Hi students, നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. ആർ പ്രോഗ്രാമിങ്ങിൻ്റെ വിച്ച് ഇസ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. മെയിനായിട്ട് നമ്മൾ ടി ടെസ്റ്റ് ആണ് ടെസ്റ്റിങ്ങിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സിംഗിൾ സാമ്പിൾ ടി ടെസ്റ്റ് ഉണ്ട്, എച്ച് നോട്ട് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിംഗിൾ സാമ്പിൾ ടി ടെസ്റ്റ് ഉണ്ട്. അതുകൂടാതെ എച്ച് നോട്ട് മ്യൂ വൺ ഈക്വൽ ടു മ്യൂ ടു എന്ന ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്ന പെയർഡ് ടി ടെസ്റ്റും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ടി ഡോട്ട് ടെസ്റ്റ്. ഓക്കെ, അതിൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം നമ്മളുടെ ഡേറ്റ. ഇവിടെ എപ്പോഴും ടി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പം നമ്മൾ ഡേറ്റ വാല്യൂസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു സാമ്പിൾ കൊടുത്തിട്ട് പോപ്പുലേഷൻ്റെ എച്ച് നോട്ട് മ്യൂ ഈക്വൽ ടു 20 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സാമ്പിൾ വാല്യൂസ് അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ സാമ്പിൾ മീൻ്റെ വാല്യൂ, സാമ്പിൾ വേരിയൻസിൻ്റെ വാല്യൂ ഒക്കെ ഇൻഡിവിജ്വലി കൊടുത്തല്ല ചെയ്യുന്നത്. ഡേറ്റ അങ്ങനെ തന്നെ ഇൻപുട്ട് ചെയ്തിട്ട് നമ്മളുടെ പ്രോഗ്രാം തന്നെയാണ് അതിൻ്റെ സാമ്പിൾ മീനും സാമ്പിൾ വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്ത ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത ശേഷം നമ്മൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് പി വാല്യൂ ആണ്. പി വാല്യൂ ഓൾറെഡി വി നോ വാട്ട് ഇറ്റ് ഇസ്. പി വാല്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് റിജക്ഷൻ ആണ്. അപ്പോൾ ആ പി വാല്യൂ നമ്മളുടെ ആൽഫ, അതായത് സിഗ്നിഫിക്കൻസ് ലെവലിനെക്കാട്ടിൽ കുറവാണെങ്കിൽ നമ്മൾ എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യും. പി വാല്യൂ സിഗ്നിഫിക്കൻസ് ലെവലിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ടി ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടി ഡോട്ട് ടെസ്റ്റ് ആണ്. ഓക്കെ, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട്, അതിൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം നമ്മളുടെ ഡേറ്റ സെറ്റിനെ എക്സ് എന്നൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എക്സ് കൊടുക്കുക. പിന്നെ നമ്മുടെ മ്യൂ നോട്ടിൻ്റെ വാല്യൂ എന്താണെന്ന് കൊടുക്കുക. അപ്പോൾ മ്യൂ ഈക്വൽ ടു 20 ആണെങ്കിൽ ആ 20 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഓൾട്ടിൻ്റെ വാല്യൂ ആണ്. ഓൾട്ട് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്താണ്. വി ഓൾറെഡി നോ നമ്മളുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് 3 എണ്ണം ആകാം അല്ലേ. എച്ച് നോട്ട് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ടിൻ്റെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആകാം, മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആകാം, മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആകാം. അപ്പം മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആണെങ്കിൽ ഇത് കൊടുക്കേ വേണ്ട, ഇത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ആ ഒരു വാല്യൂ പറയാതിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി H1 എന്ന് പറയുന്നത് മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആണ്. ഇനിയും മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആണെങ്കിൽ നമ്മളിവിടെ ലെസ് എന്ന് കൊടുക്കണം. മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആണെങ്കിൽ നമ്മളിവിടെ ഗ്രേറ്റർ എന്ന് കൊടുക്കണം. അത് ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് വാട്ട് എവർ യു ഗീവ് ഹിയർ അത് കോഡ്സിലായിരിക്കണം കൊടുക്കുന്നത്. അപ്പോൾ H1 അനുസരിച്ച് നമ്മളുടെ മ്യൂയുടെ വാല്യൂസ് നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് കോൺഫിഡൻസ് ലെവലാണ്. കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ലെവലിന് ഓപ്പോസിറ്റ് ആണ്. അതായത് 5% സിഗ്നിഫിക്കൻസ് ലെവൽ ആണെങ്കിൽ കോൺഫിഡൻസ് ലെവൽ 95 ആണ്. 10% സിഗ്നിഫിക്കൻസ് ലെവൽ ആണെങ്കിൽ, അതായത് 0.1 ആണ് നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവലെങ്കിൽ കോൺഫിഡൻസ് ലെവൽ 90% ആണ്, അതായത് 0.9 ആണ്. 0.1% സിഗ്നിഫിക്കൻസ് ലെവൽ ആണെങ്കിൽ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് 0.99 ആണ്. അപ്പോൾ കോൺഫിഡൻസ് ലെവലിൻ്റെ വാല്യൂ നമുക്ക് ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കാം. പക്ഷേ അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ 5%ൽ അത് ചെയ്യും. ടെസ്റ്റ് സിഗ്നിഫിക്കൻസ് ലെവൽ 5%, നമ്മളെപ്പോഴും 5% സിഗ്നിഫിക്കൻസ് ലെവലിലാണ് സാധാരണഗതിയിൽ ടെസ്റ്റുകൾ ചെയ്യാറ്. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ എടുത്ത് പറഞ്ഞില്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി 5% സിഗ്നിഫിക്കൻസ് ലെവൽ അല്ലെങ്കിൽ 95% കോൺഫിഡൻസ് ലെവലിലായിരിക്കും ആ ഒരു ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 പാരാമീറ്റേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷന് ഉള്ളത്. ഈ ടി ഡോട്ട് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ടെസ്റ്റ് ചെയ്യുന്നതും മ്യൂ വൺ ഈക്വൽ ടു മ്യൂ ടു ടെസ്റ്റ് ചെയ്യുന്നതും. രണ്ടിനും ഫംഗ്ഷൻ സെയിം ആണ്. ഓക്കെ, എക്സിൻ്റെ മാത്രം ഒരു സിംഗിൾ സാമ്പിളിൻ്റെ മാത്രം വാല്യൂസ് ആണെങ്കിൽ മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ടെസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ എക്സ് എന്നും വൈ എന്നും കൂടെ കൊടുത്താൽ മ്യൂ വൺ ഈക്വൽ ടു മ്യൂ ടു ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു സിസ്റ്റം ഇതൊരു സിംഗിൾ സാമ്പിൾ ടി ടെസ്റ്റ് ആണോ 2 സാമ്പിൾ ടി ടെസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ വി ക്യാൻ ജസ്റ്റ് സീ ആൻ എക്സാമ്പിൾ. നമ്മളുടെ എക്സാമ്പിൾ ഇതാണ്. ഫോർ എ ഗിവൺ ഡേറ്റ സെറ്റ് check whether H naught mu equal to 3400. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ തൽക്കാലം എടുക്കുന്നത് മ്യൂ ലെസ് ദാൻ 3400 ആണ്. അപ്പോൾ ഇതൊരു സിംഗിൾ സാമ്പിൾ ടി ടെസ്റ്റ് ആണ് അല്ലേ. ഒരു ഡേറ്റ സെറ്റിൻ്റെ വാല്യൂസ് തന്ന ശേഷം പോപ്പുലേഷൻ മീൻ 3400 ആണോ എന്നതാണ് H നോട്ട്. പോപ്പുലേഷൻ മീൻ ലെസ് ദാൻ 3400 ആണ് നമ്മുടെ H1. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ സാമ്പിൾ വാല്യൂസ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മളുടെ ഈ ഫംഗ്ഷൻ, നമ്മളുടെ ടി ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്.
ടി ഡോട്ട് ടെസ്റ്റ്. എന്നിട്ട് നമ്മുടെ വേരിയബിളിന്റെ വാല്യൂ കൊടുത്തു. മ്യൂ ഈക്വൽ ടു 3. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ അല്ല, സ്മോൾ ലെറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യണം. ഇതൊരു തെറ്റാണ് കേട്ടോ, ഇത് ഓട്ടോ ക്യാപ്പ് ആയി പോയതാണ്. സ്മോൾ എക്സ് തന്നെ വേണം. എന്നിട്ട് സ്മോൾ എക്സിന്റെ ഡേറ്റ വിളിച്ചു. നമ്മളുടെ മ്യൂ ഈക്വൽ ടു 3400 എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ നമ്മൾ അതിന്റെ വാല്യൂ അവിടെ കൊടുത്തു. എന്നിട്ട് നമുക്ക് ലെസ് ദാൻ അല്ലേ നമ്മുടെ H1, അതുകൊണ്ട് ലെസ് ദാൻ എന്ന് പറയുന്ന ആ ഓപ്ഷനും നമ്മൾ അവിടെ കൊടുത്തു. നമ്മുടെ ഈ ഒരു ഇത് റൺ ചെയ്ത ശേഷം, 1 second, I'll clear everything. ട്രയൽ നോക്കിയതിൻ്റെയാണ്. So just clear everything. Okay, അപ്പം നമുക്കത് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. സോ ദിസ് വാസ് അവർ ഫംഗ്ഷൻ. എക്സിൻ്റെ വാല്യൂ കൊടുത്തു, ടി ടെസ്റ്റ് വെച്ച് നമ്മൾ റൺ ചെയ്തു. ഓക്കെ, ഞാൻ ആറിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്. സോറി, ഇവിടെ അല്ല, സ്ഥലം മാറിപ്പോയി. പേസ്റ്റിംഗ് ഇറ്റ് ഹിയർ. എന്നിട്ട് രണ്ടും കൂടെ റൺ ചെയ്യാണ്. കണ്ടോ, ഇത് ക്യാപിറ്റൽ ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി എറർ വന്ന് കണ്ടില്ലേ. ക്യാപ്സിനെ മാറ്റി സ്മോൾ ആക്കിയിട്ടേ ചെയ്യാവൂ. So run ചെയ്തു. Again it is saying X not found. Let me see what happened. ഇവിടെ ഒരു ചെറിയ എററാണ് കേട്ടോ, മൈനസ് ഇല്ലാതെ പോയി. ഇങ്ങനെയൊക്കെയുള്ള മൈന്യൂട്ട് എറേഴ്സ്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റീഡു ചെയ്യാതെ എറർ കൂടെ കിടക്കട്ടെ. നമ്മളിപ്പോൾ എന്താ സംഭവിച്ചത്, എക്സ് ലെസ് ദാൻ മൈനസ് അല്ലേ, ആ മൈനസ് ഇല്ലാതെ പോയതാണ് ഈ എറർ ഉണ്ടാക്കിയത്. നമ്മൾ ചില സമയത്ത് അടിക്കുമ്പോൾ ഇതേപോലുള്ള എറർ കാണിക്കും. അത് ഐഡന്റിഫൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മൈനസ് സൈൻ ഇടാത്തത് കൊണ്ടാണ് ഇത് റൺ ആവാഞ്ഞത്. ദേ വന്നു കണ്ടോ. അപ്പം നമ്മളുടെ ടി ടെസ്റ്റ്, ടി ഡോട്ട് ടെസ്റ്റ് ബ്രാക്കറ്റിൽ എക്സിന്റെ വാല്യൂ കൊടുത്തു. നമ്മളുടെ ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ് കൊടുത്തു. നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് എന്തായിരുന്നു, മ്യൂ ഇസ് ഈക്വൽ ടു 3400. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ മ്യൂ ലെസ് ദാൻ 3400 ആണ്. അതുകൊണ്ട് ആണ് നമ്മളിവിടെ ലെസ് കൊടുത്തത്. വ്യൂ വേണേൽ കുറച്ചുകൂടെ ബിഗർ ആക്കാം. ഇപ്പോഴും എനിക്ക് തെറ്റും. മ്യൂ സൂം ഇൻ. സോ ഇതാണ് നമ്മളുടെ ടി ടെസ്റ്റ്. ടി ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത ശേഷം ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കൺസോളിനകത്ത് യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. നോക്കൂ, കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യം മാത്രം മതി, ഈ പി വാല്യൂ. പി വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസിനെ എന്ത് ചെയ്യണം, H0 അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കണ്ടേ. അപ്പോൾ ഇവിടെ നമ്മൾ കോൺഫിഡൻസ് ലെവലിന്റെ വാല്യൂ കൊടുക്കാത്ത സ്ഥിതിക്ക് 5% സിഗ്നിഫിക്കൻസ് ലെവലിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതായത് 0.05 ആണ് നമ്മുടെ ആൽഫ. അപ്പം നമ്മളുടെ പി ആൽഫയെക്കാട്ടിൽ കുറവാണെങ്കിൽ H0 റിജക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കൂ, പിയുടെ വാല്യൂ 0.00128 ആണ്. ഉറപ്പായിട്ടും അത് 0.05 കുറവാണ്. സോ ദാറ്റ് മീൻസ് അവർ H0 ഇസ് റിജക്റ്റഡ്. കൺക്ലൂഷൻ ഇവർ തരില്ല. കൺക്ലൂഷൻ നമ്മളുടെ ജോലിയാണ് എഴുതാനുള്ളത്. ഇവർ തരുന്നത് ഇതിനകത്ത് കാൽക്കുലേറ്റഡ് ടിയുടെ വാല്യൂ തരും, നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തരും, നമ്മുടെ H1 എന്തായിരുന്നു എന്ന് തരും, പിന്നെ ഒരു കോൺഫിഡൻസ് ഇൻ്റർവെൽ തരും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഇതിൻ്റെ ആവറേജ്, ഡേറ്റയുടെ ആവറേജും തരും. അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. ടെസ്റ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഈ പി വാല്യൂ ആണ്. ഓക്കെ, പി വാല്യൂ നമ്മളുടെ ആൽഫയെക്കാട്ടിൽ, കോൺഫിഡൻസ് ലെവലിനെക്കാട്ടിലല്ല, നമ്മളുടെ സിഗ്നിഫിക്കൻസ് ലെവലിനെക്കാട്ടിൽ കുറവാണെങ്കിൽ H0 റിജക്റ്റ് ചെയ്യണം. അപ്പം ഇതാണ് ഒരു എക്സാമ്പിൾ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. സെയിം തന്നെ, അതായത് സിംഗിൾ സാമ്പിൾ കേസ് തന്നെ നമുക്കൊരു നോട്ട് ഈക്വൽ ടു കേസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു 16 വേഴ്സസ് മ്യൂ നോട്ട് ഈക്വൽ ടു 16. മ്യൂ ഈക്വൽ ടു 16 ആണ് എൻ്റെ H0, മ്യൂ നോട്ട് ഈക്വൽ ടു 16 ആണ് എൻ്റെ H1. അപ്പോൾ ആലോചിച്ചോണം, നമ്മളുടെ ടി ഡോട്ട് ടെസ്റ്റിനകത്തെ ഓൾട്ടിൻ്റെ വാല്യൂ, അതായത് ഇവിടെ ഞാനത് ഓൾറെഡി പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറയാം. ടി ഡോട്ട് ടെസ്റ്റിനകത്തെ ഓൾട്ട് എന്ന് പറയുന്ന ഈ രണ്ടാമത്തേത് നമ്മൾ കൊടുത്തേയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ H1 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ആണെന്നാണ്. അതായത് ബൈ ഡിഫോൾട്ട് നമ്മൾ ഒന്നും അവിടെ മിണ്ടിയില്ല എങ്കിൽ നമ്മുടെ H1 അത് നോട്ട് ഈക്വൽ ടു എന്ന് എടുക്കും.
അപ്പോൾ ഈ രണ്ടാമത്തെ എക്സാമ്പിളിനകത്ത് H0 mu equal to 16 വേഴ്സസ് H1 mu not equal to 16 ആണ്. അതുകൊണ്ട് നമുക്ക് ആ എക്സിൻ്റെ വാല്യൂവും മ്യൂയുടെ വാല്യൂ മാത്രം കൊടുത്താൽ മതി. അല്ലാതെ നമ്മളുടെ എന്താ പറയുക H1 എടുത്ത് അവിടെ പറയേണ്ട ആവശ്യമില്ല. അതായത് ടി ഡോട്ട് ടെസ്റ്റിനകത്ത് എക്സും കൊടുത്തു, പിന്നെ mu equal to 16 എന്നുള്ള നമ്മുടെ H0 കൊടുത്തു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആർ പ്രോഗ്രാമിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് we can just run it and see. നമ്മളുടെ ഇതാ വന്നു ആൻസർ. പി വാല്യൂ 0.6462 ആണ്. പി വാല്യൂ ഇസ് 0.6462. എന്തായിരുന്നു ഇവിടെയും ആൽഫ സ്പെസിഫൈ ചെയ്തേയില്ല. ദാറ്റ് മീൻസ് ആൽഫ ഇസ് 0.05. അപ്പോൾ ഇവിടുത്തെ പി വാല്യൂ 0.05നെക്കാട്ടി കൂടുതലാണ്. അതുകൊണ്ട് വാട്ട് ഇസ് ദ കൺക്ലൂഷൻ? H0 is accepted. അപ്പോൾ തൊട്ട് മുന്നത്തെ കേസിൽ H0 was rejected. തൊട്ട് മുന്നത്തെ ഈ എക്സാമ്പിളിൽ H0 was rejected. ഈ എക്സാമ്പിളിൽ H0 was accepted. അപ്പോൾ ഇത് mu not equal to mu naught ആയിരുന്നു ഇവിടുത്തെ നമ്മളുടെ H1. അതുകൊണ്ട് നമ്മളത് സ്പെസിഫൈ ചെയ്തില്ല. അടുത്തത് നമ്മൾ 2 സാമ്പിൾ ടി ടെസ്റ്റിലോട്ട് പോവാണ്. അതായത് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസിൻ്റെ കേസിലെ 2 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് വെച്ചാൽ H0 mu1 equal to mu2. ഈ H0 mu1 equal to mu2 ഫോർ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പെയർഡ് ടി ടെസ്റ്റ് പൊതുവേ ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസിനാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് റാറ്റ്സിന് ഒരു പ്രത്യേക ഡയറ്റ് കൊടുക്കുന്നതിന് മുന്നത്തെ അവരുടെ വെയിറ്റും ശേഷമുള്ളവരുടെ വെയിറ്റൂടെ കമ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നതിന് മുന്നേ ഉള്ളവരുടെ മാർക്കും ശേഷമുള്ളവരുടെ മാർക്കും, അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് സാമ്പിളിൻ്റെ കേസിലാണ് നമ്മൾ പെയർഡ് ടി ടെസ്റ്റ് കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികളും വേറൊരു സ്കൂളിലെ കുറച്ച് കുട്ടികളും അവരെ തമ്മിൽ കമ്പയർ ചെയ്യണം. അത് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ്. അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് H0 mu1 equal to mu2 ആണ്. പക്ഷേ ഡേറ്റ സെറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റിൽ പൊതുവെ 2 സാമ്പിളിൻ്റെ സൈസ് ഒക്കെ വേറെ വേറെ ആയിരിക്കും. അതായത് N1 N2 ഡിഫറെൻ്റ് ആയിരിക്കും. പെയർ ടി ടെസ്റ്റിൽ N1 N2 ഉറപ്പായിട്ടും സെയിം ആയിരിക്കും. കാരണം ഒരേ ഗ്രൂപ്പിനാണല്ലോ നമ്മൾ 2 ഡേറ്റ സെറ്റ് ഒരേ ഗ്രൂപ്പിൽ നിന്നാണല്ലോ പരീക്ഷ നടത്തി മാർക്ക് എടുക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തേത് ഈ പറഞ്ഞ പോലെ N1 N2 ഡിഫറെൻ്റ് ആണെങ്കിൽ, ഒന്നാമത്തെ സാമ്പിളിൻ്റെ സൈസും രണ്ടാമത്തെ സാമ്പിൾ സൈസും ഡിഫറെൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനാണെങ്കിൽ നമുക്കിവിടെ 2 കേസസ് വരും. അതായത് പോപ്പുലേഷൻ വേരിയൻസസ് ഈക്വൽ എന്നുള്ളൊരു കേസും വരും, പോപ്പുലേഷൻ വേരിയൻസസ് അൺഈക്വൽ എന്നുള്ളൊരു കേസും വരും. അതനുസരിച്ച് നമ്മളുടെ ടി ടെസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് ആണെങ്കിൽ, ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണെങ്കിൽ H0 mu1 equal to mu2 ആണ് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ആ ടി ടെസ്റ്റിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ വേരിയൻസസ് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. വേരിയൻസസ് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് var dot ടെസ്റ്റ് ആണ്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് വേരിയൻസസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക രീതിയിലെ ടി ടെസ്റ്റും, വേരിയൻസസ് ഈക്വൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലെ ടി ടെസ്റ്റുമാണ് ചെയ്യുന്നത്. അവിടെ ഫങ്ഷൻസിലൊന്നും ഒരു മാറ്റവും ഇല്ല, ടി ഡോട്ട് ടെസ്റ്റ് തന്നെ ആണ് ഫങ്ഷൻ. പക്ഷേ ഇവിടെ ഒരു പിന്നെ ആട്രിബ്യൂട്ട് അതിനകത്ത് എക്സ്ട്രാ കയറി വരും, var dot equal. അപ്പോൾ വേരിയൻസസ് ഈക്വൽ എന്ന് കിട്ടിയാൽ var dot equal to ട്രൂ അല്ലെങ്കിൽ ടി എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ var dot equal to ക്യാപിറ്റൽ എഫ് അല്ലെങ്കിൽ ഫോൾസ് എന്ന് കൊടുക്കണം. സോ അത് മാത്രമാണ് ഈ ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റിൽ നിങ്ങൾ എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം നമ്മളുടെ കയ്യിൽ 2 ഡിഫറെൻറ്റ് സാമ്പിൾസ് തന്നിട്ട് ടെസ്റ്റ് വെദർ ദ പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ ആലോചിച്ചുള്ള അതൊരു ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് ആണ്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് വേരിയൻസസ് ഈക്വൽ ആണോ അല്ലയോ എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 ഡേറ്റ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ 2 വേരിയബിളിലേക്ക് ആ ഡേറ്റ സെറ്റ് സ്റ്റോർ ചെയ്തു. അതിനുശേഷം എക്സും വൈയും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് var dot ടെസ്റ്റ് ആണ്. var dot ടെസ്റ്റ് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ടി ടെസ്റ്റിലേക്ക് പോകാവൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? കാരണം var dot ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത് പിന്നെ വേരിയൻസസ് ആർ ഈക്വൽ എന്നാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ, σ1 equal to σ2 എന്നുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടി ടെസ്റ്റിൽ നമ്മൾ ട്രൂ എന്നാണ് കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ നമ്മൾ ഫോൾസ് എന്നാണ് കൊടുക്കേണ്ടത്. I hope it is clear. So independent t test the first thing is എന്താ പറയാ,
കമ്പയർ ദ വേരിയൻസസ്. ആ വേരിയൻസസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്താണ് നമ്മളുടെ ടി ടെസ്റ്റിനകത്ത് ഒരു ആട്രിബ്യൂട്ട് ട്രൂ എന്നാണ് കൊടുക്കേണ്ടത്. അതല്ല എങ്കിൽ ആ ആട്രിബ്യൂട്ടിനെ ഫോൾസ് എന്ന് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 സാമ്പിൾസ് തന്നിട്ടുണ്ട്, എക്സും വൈയും എന്ന 2 വേരിയബിളിലോട്ട് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യാൻ പോവാണ്. സോ ഐ എം കോപ്പിയിങ് ഇറ്റ് ഇൻ ടു this thing. ഇപ്പോൾ എക്സ് ക്രിയേറ്റ് ആവും, വൈയും ക്രിയേറ്റ് ആവും. ഞാൻ എന്നെ റൺ ചെയ്യാണ്. അപ്പോൾ ഇനിയും ഇത് കൃത്യമായിട്ട് അറിയാം, രണ്ടിൻ്റെയും ലെങ്ത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും കണ്ടില്ലേ, ഈ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ ലെങ്ത് അറിയാം. എക്സിന് 18 വരെ ലെങ്ത് ഉണ്ട്, വൈക്ക് 14 വരെ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ്. H0 μ1 ഈക്വൽ ടു μ2. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വേരിയൻസസ് ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനായിട്ട് var ഡോട്ട് ടെസ്റ്റ് ആണ് നമ്മളുടെ ഫംഗ്ഷൻ. എന്നിട്ട് എല്ലാത്തിലും പോലെ ആദ്യം നമ്മൾ ഡേറ്റ സെറ്റ്സ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഡേറ്റ സെറ്റ് കൊടുത്ത ശേഷം ജസ്റ്റ് വിസിറ്റ് ദ ഫംഗ്ഷൻ വൺസ് അഗെയിൻ. ഇതാ നോക്കൂ, ഇവിടെ നിങ്ങൾ ഓൾട്ട് ഗ്രേറ്റർ എന്ന് കൊടുത്ത് ഓൾട്ട് ഗ്രേറ്റർ എന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് എന്താ പറയുക, മിണ്ടാതിരുന്നാൽ മതി, നോട്ട് ഈക്വൽ ടു ടെസ്റ്റ് ചെയ്തോളും. ഓക്കെ, var1 ഈക്വൽ ടു var2. സോറി. സോ നമുക്ക് അതിനകത്ത് ആട്രിബ്യൂട്ട്സ് ഒന്ന് നോക്കാം. var ഡോട്ട് ടെസ്റ്റ് അടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയും. ടെസ്റ്റ് സോറി var ഡോട്ട്, എല്ലാം പ്രശ്നമാണ് കേട്ടോ. നമ്മളതിന് പകരം var ഡോട്ട് ടെസ്റ്റിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സ് ആദ്യം എക്സും വൈയും കൊടുക്കുക. എന്നിട്ട് ചുമ്മാ ഒന്ന് റൺ ചെയ്ത് നോക്കിയേ, നമുക്ക് എന്ത് കിട്ടും നോക്കാം. വേറെ ഒന്നും കൊടുക്കാതെ റൺ ചെയ്തേ, ഇതാവുന്നു ആൻസർ. പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ σ1 ഈക്വൽ ടു σ2 അഗൈൻ σ1 നോട്ട് ഈക്വൽ ടു σ2 എന്നതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പി വാല്യൂ നോക്കുക. ഇവിടുത്തെ പി വാല്യൂ 0.70 ആണ്. ഉറപ്പായിട്ടും പി വാല്യൂ നമ്മുടെ ആൽഫയെക്കാട്ടി കൂടുതലാണ്. എന്ന് വെച്ചാൽ എന്താ കൺക്ലൂഷൻ, H0 നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. എന്തായിരുന്നു ഇവിടുത്തെ H0? വാർ ടെസ്റ്റിലെ H0 എന്ന് പറയുന്നത് വേരിയൻസസ് ആർ ഈക്വൽ എന്നാണ്. അപ്പോൾ വാർ ടെസ്റ്റിന്റെ H0 അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 സാമ്പിൾസും വരുന്ന പോപ്പുലേഷന്റെ വേരിയൻസസ് ഈക്വൽ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഡേറ്റ സെറ്റിന്റെ കേസിൽ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഇതിന്റെ റിസൾട്ട് വരുന്ന എന്താണ്, എങ്ങനെയാണ്, H0 is accepted. So what does it mean? That is variances are equal. ഇങ്ങനെ നിങ്ങൾ ആൻസറിനകത്ത് എഴുതണം. ഓക്കെ, വേരിയൻസസ് ആർ ഈക്വൽ. വേരിയൻസസ് ആർ ഈക്വൽ. അങ്ങനെ നോക്കിയ ശേഷമേ നിങ്ങൾ ടി ടെസ്റ്റിലോട്ട് പോകാവൂ. അപ്പോൾ നമ്മളിവിടെ കമ്പാരിസൺ ടി ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കൊടുക്കണം, വൈയുടെ വാല്യൂ കൊടുക്കണം. നമ്മളിവിടെ μ1 ഈക്വൽ ടു μ2 എഗൻസ്റ്റ് H1 μ1 ലെസ് ദാൻ μ2 ആണ് നോക്കുന്നത്. അതുകൊണ്ട് ഓൾട്ട് ഈക്വൽ ടു ലെസ് എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് μ1 ഈക്വൽ ടു μ2 എന്നത് H0 ആയ സ്ഥിതിക്ക് പ്രത്യേകിച്ച് H0ന്റെ വാല്യൂ കൊടുക്കണ്ട. അതായത് ഇവിടെ നമ്മൾ ഓർമ്മയുണ്ടോ, ടി ടെസ്റ്റിനകത്ത് നമ്മൾ H0ന്റെ വാല്യൂ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കമ്പാരിസൺ ടി ടെസ്റ്റിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ടി ടെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് കൊടുക്കണം. var ഡോട്ട് ഈക്വൽ, നമ്മുടെ ഈ കേസിൽ നമ്മൾ ഈക്വൽ ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഈക്വൽ ആണെന്ന് കൺഫേം ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, വേരിയൻസ് var ഡോട്ട് ഈക്വൽ ഈക്വൽ ടു ട്രൂ. അപ്പോൾ ഈ ഒരു ഒറ്റ ലൈൻ അതിൻ്റെ അടിയിലോട്ട് കൊണ്ട് പേസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ കമ്പാരിസൺ ടി ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടും. അപ്പം അത് റൺ ചെയ്താൽ ഇതാവുന്നു, കണ്ടോ, ടി ടെസ്റ്റിന്റെ വാല്യൂ ഇതാ കിടക്കുന്നു. നമ്മുടെ ടി ടെസ്റ്റ് ആണ് μ1 ഈക്വൽ ടു μ2. അതിൻ്റെ പി വാല്യൂ 0.009 ആണ്. അത് 0.05 കുറവായതുകൊണ്ട് നമ്മളുടെ വേരിയൻസസ് ഈക്വൽ ആണെന്നുള്ളതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തെങ്കിലും മീൻസ് ഈക്വൽ ആണ്. H0 μ1 ഈക്വൽ ടു μ2 എന്ന ടി ടെസ്റ്റിന്റെ ഹൈപ്പോത്തസിസ് H0 നമ്മൾ റിജക്റ്റ് ചെയ്യാണ്. ഇത് മനസ്സിലായല്ലോ അല്ലേ. ഒറ്റ കാര്യം, വെൻ ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് ആണെങ്കിൽ ഡേറ്റ എൻറ്റർ ചെയ്യുക. ആദ്യം തന്നെ var ഡോട്ട് ടെസ്റ്റ് ഇട്ടിട്ട് വേരിയൻസസ് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഈക്വൽ ആണ് എന്ന് കൺക്ലൂഡ് ചെയ്താൽ var ഡോട്ട് ഈക്വൽ ഈക്വൽ ടു ട്രൂ എന്ന് എഴുതുക. അതല്ല ഈക്വൽ അല്ല എന്ന് കിട്ടിയാൽ ഇതിനെ ഫോൾസ് എന്നിടുക.
രണ്ടും തമ്മിൽ ആൻസറിൽ കൺക്ലൂഷനിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമുക്കിപ്പോൾ നോക്കൂ എഫ് ഇടുമ്പം കിട്ടുന്ന ആൻസറിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പി വാല്യൂ 0.009 ആണ്, ഇവിടെ പക്ഷേ പി വാല്യൂ 0.01 ആണ്. അതുകൊണ്ട് അത് വേരിയൻസസിൻ്റെ ഇക്വാളിറ്റി നോക്കിയ ശേഷം മാത്രമേ ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ദാറ്റ് ഈസ് H0 μ1 equal to μ2 for independent samples. അടുത്തത് നമ്മളുടെ പെയർഡ് ടി ടെസ്റ്റ്, അതായത് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റിന് ശരിക്കും ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റിനെ നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യാനായിട്ട് മാർഗ്ഗമില്ല. പകരം നമ്മൾ ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് സാമ്പിളിലെ H0 എന്തായിരുന്നു, μ1 equal to μ2 എന്നായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കതിനെ വേറെ രീതിയിലും പറയാമല്ലോ, H0 μ1 minus μ2 equal to 0 എന്നും പറയാമല്ലോ അല്ലേ. അതായത് ഈ μ1 മൈനസ് μ2നെ ഞാൻ ഡി എന്നൊരു ഒറ്റ വേരിയബിൾ കൊണ്ട് ഡിനോട്ട് ചെയ്താൽ H0 ഡി ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് ഇത് ഈക്വൽ ആണല്ലോ. അതായത് ഇതിന് യഥാർത്ഥത്തിൽ അതൊരു പെയർഡ് ടി ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ ഈ വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ അവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക് പണ്ട് പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എന്ന്. നമ്മളുടെ പെയർഡ് ടി ടെസ്റ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്, ആ ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് u is equal to x minus y കണ്ടുപിടിച്ചിട്ട് t is equal to u bar divided by square root of su by square root of n minus 1. ഇങ്ങനെയായിരുന്നു അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്. അതേ കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ വേരിയബിൾസിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് ആ ഡിഫറൻസിൻ്റെ ഈ ഹൈപ്പോത്തസിസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് സത്യത്തിൽ ഇത് രണ്ട് ഡിഫറെൻറ്റ് രണ്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഡിഫറൻസ് എടുത്തൊരു സിംഗിൾ വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്ത ശേഷം ഒരു സിംഗിൾ സാമ്പിൾ ടി ടെസ്റ്റ് പോലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, എക്സിൻ്റെ വാല്യൂ കൊടുക്കണം, വൈയുടെ വാല്യൂ കൊടുക്കണം, എന്നിട്ട് നമ്മളുടെ ഡി എന്ന് പറയുന്ന പുതിയ വേരിയബിൾ അതെന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആണ്, അത് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഡി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഹൈപ്പോത്തസിനെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ എക്സ് കൊടുക്കണം, വൈ കൊടുക്കണം. ഇത് പെയർ ടി ടെസ്റ്റ് ആണ്, അപ്പോൾ ഉറപ്പായിട്ട് രണ്ട് സാമ്പിളിൻ്റെ സൈസൊക്കെ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ക്യാൻ ജസ്റ്റ് ഗിവ് എ ട്രൈ. എക്സ് കോപ്പി ചെയ്ത് നമ്മുടെ ആർ കൺസോളിൽ ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് വൈ കോപ്പി ചെയ്ത് ആർ കൺസോളിൽ ഇടാം. രണ്ട് പേജ് ആയതുകൊണ്ടാണ് ഒന്നിച്ചെടുക്കാത്തത്. മാത്രമല്ല ഇങ്ങനെ കുറേ നമ്മൾ അതിന് കമൻറ്റ്സ് എഴുതിയിട്ടുണ്ടാണ്. ഇപ്പോൾ വൈ കോപ്പി ചെയ്തു, ഡിയും കോപ്പി ചെയ്തു. നമുക്ക് എന്താണെന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ എന്ത് വരും നോക്കാം. ഇത്രയും ഇട്ടപ്പോഴത്തേക്ക് യു ഗോട്ട് ഡി എന്ന് റൺ ചെയ്താൽ ഡി എന്ന് പറഞ്ഞ പുതിയ വേരിയബിൾ ക്രിയേറ്റ് ആവും. ഡിയിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഡി ഇട്ടിട്ടൊന്ന് റൺ ചെയ്താൽ മതി. നമുക്ക് ഡിയുടെ വാല്യൂസ് എല്ലാം കാണാം. ഇതൊക്കെയാണ് ഡിയുടെ വാല്യൂസ്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡി ഈക്വൽ ടു 0 എന്നുള്ള സിംഗിൾ സാമ്പിൾ ഫംഗ്ഷനാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ടി ഡോട്ട് ടെസ്റ്റ് ബ്രാക്കറ്റിനകത്ത് ഇവിടെ ഏതിൻ്റെ വാല്യൂ ആണ്, ഡി വാല്യൂസ് മാത്രം എടുത്താൽ മതി അല്ലേ. എന്നിട്ട് നമ്മുടെ ഹൈപ്പോത്തസിസ് എന്തായിരുന്നു, ഡി ഈക്വൽ ടു 0. എന്നിട്ട് ഡി നോട്ട് ഈക്വൽ ടു 0 ആണ് നമ്മുടെ H1 എങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റ് അങ്ങ് റൺ ചെയ്താൽ മതി. ഇതാവുന്നു. പി വാല്യൂ ഉണ്ടോ, പി വാല്യൂ എന്ന് പറയുന്നത് 0.2058 ആണ്. ഉറപ്പായിട്ടും 0.05നേക്കാട്ടി കൂടുതലാണ്. അതുകൊണ്ട് H0നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. H0നെ അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എന്താണ് അതിൻ്റെ അർത്ഥം, എന്തായിരുന്നു നമ്മുടെ H0? നമ്മുടെ H0 എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു 0 ആയിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്തായിരുന്നു, H0 μ1 ഈക്വൽ ടു 2. അപ്പോൾ ആ H0നെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പെയർ ടി ടെസ്റ്റ് ആണെങ്കിൽ എക്സ് കൊടുക്കണം, വൈ കൊടുക്കണം. എക്സ് മൈനസ് വൈ എന്നുള്ളത് ഡി എന്നോ പി എന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അതിനെ ഒരു സിംഗിൾ സാമ്പിൾ ടി ടെസ്റ്റ് പോലെ അതിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് ഡി ഈക്വൽ ടു 0 എന്നാണ് ഞാൻ കൊടുത്ത പകരം മ്യൂ ഈക്വൽ ടു 0 എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. അതിനകത്തൊരു കുഞ്ഞൊരു എറർ വന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് ഗേവ് ദി ആൻസർ. ഇവിടെ ഡി ഈക്വൽ ടു 0 അല്ല, ഡി വാല്യൂസിൻ്റെ മീൻ ഈക്വൽ ടു 0. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്ത് വരും എന്ന്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതിന് ഡി ഈക്വൽ ടു 0 എന്നുള്ളതും അത് മനസ്സിലാക്കി എടുത്തു. ഓക്കെ. അപ്പം മ്യൂ ഈക്വൽ ടു 0 എന്നതാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അതാണ് നമ്മുടെ പെയർഡ് ടി ടെസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കുള്ളത്. സോ ടെസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ 3 ടെസ്റ്റാണ് പഠിച്ചത്. ഒന്ന് H0 μ ഈക്വൽ ടു μ0, അടുത്തത് H0 μ1 ഈക്വൽ ടു μ2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ, അടുത്തത് H0 μ1 ഈക്വൽ ടു μ2
പെയർഡ് സാമ്പിൾ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ. ഓക്കെ, സോ താങ്ക് യു.